ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ ടേംസിൻ്റെ സം. നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ കുറേ ഡീൽ ചെയ്തിട്ടുണ്ട്. ദെൻ സിഗ്മ എഫ് എൻ, ഈ എഫ് എന്നുകളുടെ സം, F1 F2 എക്സെട്ര, അതിനെ നമ്മൾ സീരീസ് എന്ന് വിളിക്കും. ഇത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. പാർഷ്യൽ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ n ടേംസിൻ്റെ സം, ആ സീരീസിലെ n ടേംസിൻ്റെ സം, അതിനെയാണ് നമ്മൾ nth പാർഷ്യൽ സം എന്ന് വിളിക്കുക. ഇപ്പോൾ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും F1 അല്ലെങ്കിൽ S1 ഓഫ് X എന്ന് പറഞ്ഞാൽ അത് F1 ഓഫ് X എന്നേ വരുള്ളൂ. ആൻഡ് S2 ഓഫ് X F1 ഓഫ് X പ്ലസ് F2 ഓഫ് X എന്ന് വരും. ഇങ്ങനെ പോയിട്ട് Sn ഓഫ് X എന്ന് പറഞ്ഞാൽ F1 ഓഫ് X പ്ലസ് എക്സെട്ര പ്ലസ് Fn ഓഫ് X വരെ വരും. ആൻഡ് Sn പ്ലസ് 1 ഓഫ് X ഈ ടോട്ടൽ സം, അല്ലെങ്കിൽ ദാറ്റ് ഇസ് Sn ഓഫ് X പ്ലസ് Fn പ്ലസ് 1 ഓഫ് X എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ Sn പ്ലസ് 1 ഓഫ് Xും Sn ഓഫ് Xും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ടേം ഉണ്ടാവുള്ളൂ, n പ്ലസ് 1th term of that series. Now, if the sequence of partial sums converges to a function f, then we say that sigma fn is convergent. അപ്പോൾ ഒരു സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സീക്വൻസുകളുടെ കാര്യം, അതുകൊണ്ട് തന്നെ ഇവിടെ സീരീസിൻ്റെ കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നേരെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം, സീക്വൻസിൻ്റെ കാര്യത്തിലോട്ട് പറയാം. സീരീസ് കൺവേർജൻ്റ് ആവും എപ്പോഴാണ്? കറസ്പോണ്ടിങ് പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് കൺവേർജ് ചെയ്യുമ്പോഴാണ്. ആൻഡ് വി റൈറ്റ് സിഗ്മ എഫ് എൻ ഇസ് ഈക്വൽ ടു എഫ്. ആ കേസിലാണ് നമ്മൾ ആ സമ്മേഷനെ ഒരു ഫംഗ്ഷൻ എഫ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇഫ് എസ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി, then we say that sigma fn, the series, converges to f uniformly. അതേപോലെ if sigma mod fn converges, then we say that sigma fn is absolutely convergent. എപ്പോഴും ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയുന്നത്, സീരീസ് പറഞ്ഞാൽ കുറേ ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് ടേംസ് ഉണ്ടാവും, നെഗറ്റീവ് ടേംസ് ഉണ്ടാവും. അത് സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയുന്നത് അതിലെ ഓരോ ടേംസിൻ്റെയും മോഡ്ലെസ്സുകൾ എടുത്താൽ, അതായത് നെഗറ്റീവ് കൺസിഡർ ചെയ്യാതെ എല്ലാം പോസിറ്റീവ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സമ്മ് കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയുന്നത്. ഒരു സീരീസ് കൺവേർജൻ്റ് ആവുകയും മോഡ്ലെസ്സുകളുടെ സീരീസ് ഡൈവേർജൻ്റ് ആവുകയും ചെയ്യുന്ന കേസിൽ നമ്മൾ കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സീരീസ് കൺവേർജൻ്റ് ആവും, അതിന് കറസ്പോണ്ടിങ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആവുന്ന കേസ്. സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് ആവും, കറസ്പോണ്ടിങ് പാർഷ്യൽ സംസ് യൂണിഫോംലി കൺവേർജൻ്റ് ആവുന്ന കേസ്. സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവും, കറസ്പോണ്ടിങ് മോഡ്ലെസിൻ്റെ സീരീസ് കൺവേർജൻ്റ് ആവുന്ന കേസ്. ആൻഡ് കണ്ടീഷണലി കൺവേർജൻ്റ് ആവും, തന്നിരിക്കുന്ന സീരീസ് കൺവേർജൻ്റ് ആവുകയും പക്ഷേ മോഡ്ലെസിൻ്റെ സീരീസ് ഡൈവേർജൻ്റ് ആവുകയും ചെയ്താൽ. ഇനി അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ തീർച്ചയായും കൺവേർജൻ്റ്. ഈ കൺവേർജൻ്റ് എന്നുള്ളത് നമ്മളിവിടെ പോയിന്റ് വൈസ് കൺവേർജൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ യൂണിഫോംലി കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള തിയറംസ് ആണ്. അത് 3 തിയറംസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിയർസ്ട്രാസ് എം ടെസ്റ്റ്, അത് സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസും ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ തിയറം നോക്കൂ. ലെറ്റ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഓൺ ടി, ദെൻ ദ സീരീസ് സിഗ്മ എഫ് എൻ ഇസ് യൂണിഫോംലി കൺവേർജൻറ്റ്. സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ കോഷി ക്രൈറ്റീരിയൻ എല്ലാ കേസിലും പറയുന്ന പോലെ തന്നെ ഇവിടെ സീരീസിൻ്റെ കേസിലും പറയുന്നു. ഇഫ് ആൻഡ് ഓൺലി ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a natural number k such that ഇത് ഇങ്ങനൊരു സം ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ m, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ സപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിഗ്മ എഫ് എൻ എസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, യൂണിഫോംലി convergent if and only if partial sums Sn
ഓഫ് ഫങ്ഷൻസ്, അത് ഫങ്ഷൻസിൻ്റെയാണ്, കാരണം സം ആണെങ്കിൽ പോലും, is uniformly convergent. That implies, that means again if and only if for epsilon greater than 0 there exists k of epsilon belongs to n such that norm of Sm of x minus Sn of x is less than, ഇവിടെ തന്നിരിക്കുന്ന d ആണ്, is less than epsilon for all m comma n greater than or equal to k and x belongs to d. ഇത് കോഷി ക്രൈറ്റീരിയൻ ഓഫ് സീക്വൻസസ് ആണ്. സീക്വൻസുകളുടെ കൺവേർജൻസിൻ്റെ കോഷി ക്രൈറ്റീരിയൻ ആണ്. നോം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് Sm of x minus Sn of x where x belongs to d is less than epsilon for all m comma n greater than or equal to k. ഇത് നോമിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാണ്. ഇനി സുപ്രീമം ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ അതിൽ ഓരോ ടേംസും ലെസ് ദാൻ എപ്സിലോൺ ആവും. സോ ദാറ്റ് ഗിവ്സ് മോഡുലസ് ഓഫ് Sm of x minus Sn of x is less than epsilon for all m comma n greater than or equal to k and x belongs to d. Now what is Sm of x? f1 plus f2 plus etc plus അല്ലെങ്കിൽ f1 of x plus f2 of x plus etc fm of x വരെ വരും. ആൻഡ് Sn of x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ f1 f2 f3 ഇങ്ങനെ പോയിട്ട് ആഡ് ചെയ്തിട്ട് fn വരെ വരും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആദ്യത്തത് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fm വരെ വരും. ആൻഡ് ഇതിൻ്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്യുന്നു ഇത് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn വരെ. ഇതാണ് ചെറുത്, n ആണ് ചെറുത്. ഓക്കെ, ഇവിടെ m വലുതായിക്കൊണ്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഫോർ ഓൾ m ഗ്രേറ്റർ ദാൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാനിവിടെ എടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. സോ ദാറ്റ് ഗിവ്സ് m ആണ് വലുതെങ്കിൽ ഇവർ തമ്മിലുള്ള മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ടേംസ് കട്ട് ചെയ്ത് പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ fn പ്ലസ് 1 ഓഫ് എക്സ് മോഡുലസ് ഓഫ് fn പ്ലസ് 1 ഓഫ് എക്സ് പ്ലസ് fn പ്ലസ് 2 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് fm ഓഫ് എക്സ് വരെ വരും ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തു m ഇസ് ഗ്രേറ്റർ ദാൻ n, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആൻഡ് x ബിലോങ്സ് ടു d. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, ഒന്നും പറയുന്നില്ല. സിഗ്മ എഫ് എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ പാർഷ്യൽ സംസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. പാർഷ്യൽ സംസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നോമിൻ്റെ ഡെഫിനിഷൻ സുപ്രീമം ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഓരോന്നും ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വൽ ആണ്. സോ ദാറ്റ് ഇസ് ദ കോഷി ക്രൈറ്റീരിയൻ ഫോർ ദ യൂണിഫോം കൺവേർജൻസ് ഓഫ് സീരീസ്. രണ്ടാമത്തെ തിയറം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം വെയർസ്ട്രാസ് എം ടെസ്റ്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണോ എന്ന് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നു. ലെറ്റ് എം എൻ ബി എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു സീരീസുമായി കണക്റ്റഡ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എടുക്കാൻ പോവുകയാണ് എം എൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ. അപ്പോൾ അതിലെ ഓരോ ടേംസിൻ്റെയും മോഡുലസ് ഈ എം എന്നുകളേക്കാൾ ചെറുതായിട്ട് വരുന്ന പുതിയൊരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് എം എൻ കൺസിഡർ ചെയ്യാണ്. ഇഫ് സിഗ്മ എം എൻ, അപ്പോൾ ഈ എം എന്നുകളുടെ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അത് റിയൽ നമ്പേഴ്സിൻ്റെ സീരീസാണ്, ഫങ്ഷൻസ് എല്ലാം അവിടെ വരുന്നത്. റിയൽ നമ്പേഴ്സിൻ്റെ സീരീസ് ആയിട്ടുള്ള സിഗ്മ എം എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ദെൻ സിഗ്മ എഫ് എൻ ഇസ് യൂണിഫോംലി കൺവേർജൻ്റ്. അപ്പോൾ ഒരു സിഗ്മ എഫ് എൻ എന്ന് പറഞ്ഞ സീരീസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോ ടേംസിൻ്റെയും മോഡുലസുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റിയൽ നമ്പറിൻ്റെ സീരീസിലെ ടേംസുമായിട്ട് ഇപ്പോൾ രണ്ട് സീരീസ് ആണ്, സിഗ്മ എഫ് എന്നും ഉണ്ട് സിഗ്മ എം എന്നും ഉണ്ട്. എന്താ ഇവർ തമ്മിലുള്ള കണക്ഷൻ? ഇതിന് നേരെ അടുത്ത് തന്നെ സിഗ്മ എഫ് എന്നും ഉണ്ട് സിഗ്മ എം എന്നും ഉണ്ട്. അപ്പോൾ ഈ ടേംസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് എന്നുകളുടെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എം എന്നുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഇവരുടെ വാല്യൂസാണ് വലുത്. അപ്പോൾ ഇൻ കേസ് ഈ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെയുള്ള തിയറം. സപ്പോസ് ദാറ്റ് സിഗ്മ എം എൻ converges. So by Cauchy criterion, അപ്പോൾ ഈ സിഗ്മ എം എൻ എന്ന് പറയുന്ന സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ കേസിലുള്ള കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists k depending only on epsilon belongs to n such that m n plus 1 plus m n plus 2 plus ഇത് റിയൽ നമ്പേഴ്സാണ്. ഈ റിയൽ നമ്പർ അതിനകത്ത് എക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കേസില്ല, ഫങ്ഷൻസ് അല്ല, പ്ലസ് എം എൻ ഈസ് ലെസ് ആൻ എപ്സിലോൺ, അതിൻ്റെ മോഡുലസ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ, അപ്പോൾ ഇതിന് മോഡുലസിൽ അർത്ഥമില്ല. ലെസ് ആൻ എപ്സിലോൺ ഫോർ ഓൾ എം കോമ എൻ, എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. നമുക്ക് വേണ്ടത് സിഗ്മ എഫ് എൻ ഇസ് യൂണിഫോംലി കൺവേർജൻ്റ് എന്നാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ച തിയറി ഉണ്ട്. സിഗ്മ എഫ് എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ കോഷി ക്രൈറ്റീരിയൻ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു പെർട്ടിക്കുലർ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയാൽ മതി. അതിലോട്ട് പോയാൽ now modulus of fn plus 1 of x plus fn plus 2 of x plus etc plus fm of x, ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് fn plus 1 of x plus modulus of fn plus 2 of x plus etc plus modulus of fm of x എന്ന് വരും. ഇനി നമ്മൾ കണ്ടീഷൻ ഉണ്ട് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ. അപ്പോൾ ഇവിടെ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ പ്ലസ് 1 പ്ലസ് എം എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എം എന്ന് വന്നു. അത് ലെസ് ദാൻ എപ്സിലോൺ. ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ ഇപ്പോൾ കിട്ടിയത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that the E sum is less than epsilon for all m comma n greater than or equal to k. അതിൽ m ആണ് ഇതിനേക്കാൾ വലുതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് കോഷി ക്രൈറ്റീരിയൻ. സോ ബൈ കോഷി ക്രൈറ്റീരിയൻ സിഗ്മ എഫ് എൻ is uniformly convergent. കൺവേർജസ് ടു ഏത് ഫംഗ്ഷൻ എന്നുള്ള ഇവിടെ പറയുന്നില്ല, പക്ഷെ കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത പ്രോബ്ലംസിൽ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം അതാണ്. സിഗ്മ എഫ് എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ അവരുടെ ടേംസിൻ്റെ മോഡൽസ് എടുക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു സീക്വൻസ് എം എൻ കിട്ടും. ആ സീക്വൻസ് എം എൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ്, അതായത് സിഗ്മ എം എൻ കൺവേർജൻ്റ് ആണോ നോക്കും. കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ എഫ് എൻ ഇസ് യൂണിഫോംലി കൺവേർജൻ്റ്. നോക്കാം. എസ്ട്രാസ് എം ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ പ്രോബ്ലം, ഷോ ദാറ്റ് ദ സീരീസ് ഇസ് യൂണിഫോംലി കൺവേർജൻ്റ്. അപ്പോൾ യൂണിഫോംലി കൺവേർജൻ്റ് ആവുന്ന സമയത്ത് നമ്മളിവിടെ ആകെ ഇത്രയേ നോക്കുന്നുള്ളൂ. ഇതാണ് എഫ് എൻ. ലെറ്റ് എഫ് എൻ ഇസ് ഈക്വൽ ടു -1 all raised to n x raised to 2n plus 1 divided by 2n plus 1 factorial. Then that is fn of x. Then modulus of fn of x is equal to modulus of -1 all raised to n x raised to 2n plus 1 divided by 2n plus 1 factorial. Now -1 all raised to n the modulus is 1. So this is equal to modulus of x raised to 2n plus 1 divided by 2n plus 1 factorial എന്ന് വരും. Now x is in the interval a to b. അപ്പോൾ അതിൽ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിലെ വാല്യൂസിൻ്റെ മോഡുലസ് ആണ്. അപ്പോൾ അതിൽ മാക്സിമം വാല്യൂ വെച്ച് ഞാനിവിടെ റീപ്ലേസ് ചെയ്താൽ ഇഫ് എം ഇസ് മാക്സിമം ഓഫ് മോഡ് എ കോമ മോഡ് ബി. അപ്പോൾ ഇത് എങ്ങനെ തന്നെ ആയാലും എ ടു ബി എന്ന് പറഞ്ഞാൽ ഏത് ഇൻ്റർവെൽ ആയി കഴിഞ്ഞാലും
മോഡ് എ മോഡ് ബി ഇവർ രണ്ടുപേരുടെയും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ വാല്യൂസ് വരാൻ പോകുന്നത്, ഇതിൻ്റെ അകത്തുള്ള ആളുകളുടെ മോഡ്ലെസിൻ്റെ വാല്യൂസ് വരിക. അപ്പോൾ മോഡ് എ മോഡ് ബിയിൽ മാക്സിമം ആരോ അതിനെ ഞാൻ എന്ന് വിളിക്കുകയാണ്, എം എന്ന് വിളിക്കുകയാണ്. ദെൻ modulus of fn of x is equal to mod x raised to 2n plus 1 divided by 2n plus 1 factorial is less than or equal to m raised to 2n plus 1 divided by 2n plus 1 factorial എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഏതില്ല, എക്സ് ഇല്ല. ഇത് ഒരു റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ ഈ എഫ് എന്നുകളുടെ മോഡുലസ് ഇതിനേക്കാൾ ചെറുതായി. ഓൾസോ സിഗ്മ എം റേസ് ടു 2n plus 1 divided by 2n plus 1 factorial is converges to ഈ എം റേസ് ടു 2n plus 1 ഡിവൈഡഡ് ബൈ 2n plus 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ശരിക്ക് എമ്മിൻ്റെ പവേഴ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും this is m by 1 factorial plus m cube by 3 factorial plus m raised to 5 by 5 factorial plus etc. എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഇ റേസ് ടു എമ്മിൻ്റെ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ 1 plus m by 1 factorial plus m by m square by 2 factorial plus etc. എന്നാണ്. ആൻഡ് ഇ റേസ് ടു മൈനസ് എമ്മിൻ്റെ എഴുതി കഴിഞ്ഞാൽ 1 minus m by 1 factorial plus m square by 2 factorial minus m cube by 3 factorial etc. എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു എം മൈനസ് ഇ റേസ് ടു മൈനസ് എം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേംസ് കട്ട് ചെയ്ത് പോകും, ഇത് ഡബിൾ ആവും. സോ ബൈ 2 കൂടെ എടുത്തു കഴിഞ്ഞാൽ m by 1 factorial plus m cube by 3 factorial plus etc. എന്ന് വരും. സോ ഇതെന്തായാലും കൺവേർജസ് ടു നമുക്ക് വേണമെങ്കിൽ പറയാം ഇ റേസ് ടു എം മൈനസ് ഇ റേസ് ടു മൈനസ് എം ഡിവൈഡഡ് ബൈ 2. സിഗ്മ അതിൽ എമ്മിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 0 ടു കൺസിഡർ ചെയ്താൽ പോലും കൺവേർജസ് ടു എന്ന് വരും ഇ റേസ് ടു എം മൈനസ് ഇ റേസ് ടു മൈനസ് എം ബൈ 2 എന്ന് വരും. സോ ബൈ വിയർസ്ട്രാസ് എം ടെസ്റ്റ് നമ്മൾ സീരീസ് സിഗ്മ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു ഇതൊന്നുമില്ല, കൺവേർജസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ സിഗ്മ എം റേസ് ടു 2n plus 1 by 2n plus 1 ഫാക്ടോറിയൽ എക്സാക്ട്ലി ഇതിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ദസ് കൺവേർജസ് എന്ന് മാത്രം മതി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 0 ഞാൻ എക്സ്ട്രാ എടുത്തല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ കേസിൽ എത്രമാത്രം മതി, ദസ് കൺവേർജസ് എന്ന് മാത്രം മതി. 2 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദസ് സീരീസ് converges. So by Weierstrass M test sigma fn converges uniformly. ഇതേപോലെ Weierstrass M test ഉപയോഗിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ഷോ ദാറ്റ് ദിസ് സീരീസ് കൺവേർജസ് യൂണിഫോംലി. സോ പ്രൂഫിൽ എഫ് എൻ ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് എടുക്കാം. ആൻഡ് മോഡ്ലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ്ലസ് ഓഫ് cos nx divided by n square എന്ന് വരും. കോസിൻ്റെ മോഡലസ് എപ്പോഴും ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ 1 by n square വരും. ഓൾസോ സിഗ്മ 1 by n square converges. Sigma 1 by n raised to p converges for p greater than 1. So sigma 1 by n square converges. So by Weierstrass M test, sigma fn converges uniformly. Now അതേപോലെ ഇവിടെ let fn of x is equal to x raised to n by n factorial. Then modulus of fn of x is equal to modulus of x raised to n by n factorial വരും. ആൻഡ് ഇവിടെ -1 to 1 ആണ്. അപ്പോൾ മോഡ് എക്സിൻ്റെ വാല്യൂ മാക്സിമം 1 വരുള്ളൂ. സോ ദിസ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 by n factorial. ഓൾസോ sigma 1 by n factorial converges. And sigma 1 by n factorial എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സാക്ട്ലി ഇ ആണ്, കൺവേർജസ് ടു ഇ ആണ്.
ആൻഡ് ഇത് നമുക്കറിയാം 1 + x + x² ഫാക്ടോറിയൽ ഇപ്പോൾ എക്സെട്ര എന്ന് പറഞ്ഞാൽ e⁻x എക്സ്പാൻഷനാണ്, കൺവേർജസ് എന്നുള്ളത് നമുക്കറിയാം. സോ ബൈ sigma fn converges uniformly. Now ഈ കേസിൽ fn എടുക്കുന്നു and modulus of fn of x is equal to നമുക്ക് കിട്ടും modulus of 1/n⁻p plus n⁻q(x²). and ഇവിടെ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ n⁻q നാച്ചുറൽ നമ്പർ ആണ്. സോ n⁻q into x² is a പോസിറ്റീവ് ക്വാണ്ടിറ്റി. ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഡിനോമിനേറ്റർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ചെറുതാവും, പക്ഷേ ടോട്ടൽ ഫ്രാക്ഷൻ വലുതാവും. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n⁻p. ഓൾസോ സിഗ്മ 1/n⁻p. സോ ഇതാണ് mn. സിഗ്മ mn കൺവേർജസ് ഫോർ p greater than 1. So sigma 1/n⁻p എന്ന് പറയുന്ന സീരീസ് കൺവേർജസ്, അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ദാറ്റ് സീരീസ് കൺവേർജസ് ഫോർ p greater than 1. Therefore sigma fn of x or sigma that is equal to sigma 1/n⁻p plus n⁻q(x²) converges uniformly. എല്ലാ കേസിലും പറയാൻ പറ്റില്ല if p is greater than 1. അപ്പോൾ ഈ 3 കേസും 4 ക്വസ്റ്റ്യൻസും വിയർസ്ട്രാസ് എം ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആകെ വേണ്ടത് മോഡുലസ് ഓഫ് fn of x is less than or equal to mn എന്ന് വേണം ആൻഡ് സിഗ്മ mn കൺവേർജ് ചെയ്യും വേണം. ഇൻ ദാറ്റ് കേസ് സിഗ്മ fn കൺവേർജസ് യൂണിഫോംലി. നമ്മൾ പറഞ്ഞാൽ മൂന്നാമത്തെ തീറതാണ് ഇഫ് fn കണ്ടിന്യൂസ് ഓൺ d ഫോർ ഈച്ച് n ബിലോങ്സ് ടു n. അപ്പോൾ ഓരോ fnകളും കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഇഫ് സിഗ്മ fn കൺവേർജസ് യൂണിഫോംലി ടു f, സിഗ്മ fn കൺവേർജസ് യൂണിഫോംലി ടു f എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് കൺവേർജസ് യൂണിഫോംലി ആകുമ്പോഴാണ്. അപ്പോൾ fnകൾ കണ്ടിന്യൂസ് ആണെങ്കിൽ പാർഷ്യൽ സംസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യല്ലേ, n ടേംസ് ആഡ് ചെയ്യല്ലേ, അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ snകൾ കണ്ടിന്യൂസ് ആണ്, sn's കൺവേർജസ് യൂണിഫോംലി, ദെൻ a limit is also continuous. അപ്പോൾ അതാണ് തിയറം. അപ്പോൾ ഇത് നമ്മൾ സീക്വൻസിൻ്റെ കേസിൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ യൂണിഫോംലി കൺവേർജൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റും കണ്ടിന്യൂസ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണിത്. അപ്പോൾ ഇവിടെ സീരീസിലോട്ട് വന്നു, സീരീസിൻ്റെ കൺവേർജൻസ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ കൺവേർജൻസ് ഈക്വലൻ്റ് ആണല്ലോ. പക്ഷേ ഇത് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നേരെ തിരിച്ചുള്ളത് കേസിന് വേണ്ടിയിട്ടാണ്. നേരെ തിരിച്ചുള്ള കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ fn's ഒക്കെ കണ്ടിന്യൂസ് ആണ്. സിഗ്മ fn യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ തീർച്ചയായും f കണ്ടിന്യൂസ് ആണ്. നേരെ തിരിച്ച് f കണ്ടിന്യൂസ് അല്ലെങ്കിൽ സിഗ്മ fn യൂണിഫോംലി കൺവേർജസ് ടു f ആയിരിക്കില്ല. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആകെ ഒരു കാര്യമുള്ളൂ, തന്നിരിക്കുന്ന സീരീസിലെ ടേംസ് ഒക്കെ കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയുന്നു. 2, അതിൻ്റെ ലിമിറ്റായിട്ടുള്ള എഫ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് കണ്ടെത്തുന്നു, ആ ലിമിറ്റ് എന്തെല്ലാമെന്നും പറയുന്നു, കണ്ടിന്യൂസ് അല്ല. ഇപ്പോൾ ഇതേ ഈ പ്രോബ്ലം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ദാറ്റ് ദ സീരീസ് ഇസ് നോട്ട് യൂണിഫോംലി കൺവേർജൻ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ക്ലിയർലി fn of x is equal to x raised to 4 divided by 1 plus x raised to 4 the all raised to n is continuous. For each n belongs to n. ഓരോരുത്തരും കണ്ടിന്യൂസ് ആണ്. ഓൾസോ x raised to 4 plus x raised to 4 divided by 1 plus x raised to 4 plus x raised to 4 divided by 1 plus x raised to 4 the whole square etc. ഇതൊരു സീരീസ് ആണ്, നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാവുന്ന സീരീസ് ആണ്. x raised to 4 പുറത്തെടുക്കാം. ഇനി അല്ലെങ്കിലും ഇത് ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസിൽ 1/1 plus x raised to 4 ആണ് കോമൺ റേഷ്യോ വരിക. ആൻഡ് ഇൻഫിനിറ്റ് ടേംസിൻ്റെ സം ഇസ്
a divided by a by 1 minus r. So 1 minus 1 by 1 plus x raised to 4 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് x raised to 4 divided by 1 plus x raised to 4 minus 1. So x raised to 4 divided by 1 plus x raised to 4 എന്ന് വരും. So that is equal to 1 plus x raised to 4. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ജോമെട്രി പ്രോഗ്രഷൻ ആകുമ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ്റെ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് എ ബൈ 1 മൈനസ് ആർ ഇഫ് മോഡ്ലെസ് ഓഫ് ആർ ഇസ് ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ 0 to 1 ആണ്. അപ്പോൾ 0 to 1 മോഡ്ലെസ് ഓഫ് ആർ, അതായത് ഇവിടെ മോഡ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 1 by 1 plus x raised to 4 ആണ്. 1 by 1 plus x raised to 4 എല്ലാ കേസിലും 1 by 1 plus x raised to 4ൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എക്സിൻ്റെ വാല്യൂ 0 to 1 ആണ്. സോ x raised to 4ൻ്റെ വാല്യൂ 0 to 1 ആവും. 1 plus x raised to 4 വരുന്നത് 1നേക്കാൾ വലുതാവും. 1നേക്കാൾ വലുതായിക്കോട്ടെ, കുഴപ്പമില്ല. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് 1നേക്കാൾ വലുതോ വേണമെങ്കിൽ ഈക്വൽ ആവാം. കാരണം എക്സിൻ്റെ വാല്യൂ 0 to 1 ആകുമ്പോൾ എക്സ് 0 ആവുന്ന സമയത്ത് ഇത് 1 ആവും. സോ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് 1നേക്കാൾ ചെറുതാവും. 1നേക്കാൾ വലിയ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1നേക്കാൾ ചെറുതാവും. പക്ഷെ അവിടെ ഒരു ചെറിയൊരു കേസ് വരുന്നുണ്ട്, 1 ആവുന്ന കേസ്. അതായത് എക്സ് 0 ആകുമ്പോൾ ഇത് 1 ആയി റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ആവും. അപ്പോൾ ആ ഒരു കേസ് ഒഴികെ ബാക്കി എല്ലാ കേസിലും ഈ സം ഈക്വൽ ടു 1 plus x raised to 4 ആണ്. സോ ദാറ്റ് ഈസ് വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഓക്കെ ആണ്. കാരണം ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 1 വരുന്ന എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന കേസാണ്. സോ എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ ഈ സമ്മ് ഓരോ ടേംസും 0 ആയിരിക്കും. ഓരോ ടേംസും 0 ആയിരിക്കും when x is equal to 0. So when x is equal to 0, this is equal to 0. So sigma fn is equal to or converges to f where f is equal to 1 plus x raised to 4 for 0 less than x less than or equal to 1 and 0 when x equal to 0. പക്ഷെ ഈ എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. 0 0 ആണ്, പക്ഷേ ഇവിടെ 1 plus x raised to 4 ആണ്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 1 ആകിട്ടും. അപ്പോൾ 0ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കില്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കില്ല. എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ കാരണവശാലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് സിഗ്മ എഫ് എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആവാൻ പറ്റില്ല. സോ സിഗ്മ എഫ് എൻ ഇസ് നോട്ട് യൂണിഫോംലി convergent. ഇത് ഡയറക്റ്റ് സമ്മ് നമുക്ക് എളുപ്പം കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇല്ലാത്ത കേസിൽ പാർഷ്യൽ സമ്സ് കണ്ടിട്ട് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഷോ ദാറ്റ് ദിസ് സീരീസ് ഇസ് നോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് ഓൺ 0 to b but is uniformly convergent on closed interval a b where a is greater than 0. അപ്പോൾ 0 ബിയിൽ പറ്റില്ല, പക്ഷേ തൊട്ടപ്പുറത്ത് എ ടു ബിയിൽ യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. അപ്പോൾ ആദ്യം ഈ സീരീസ് കൺസിഡർ ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ ഈ കിടക്കുന്ന പാറ്റേൺ വെച്ചിട്ട് n-1 x പ്ലസ് 1 ആണ്, nx പ്ലസ് 1 ആണ്. അപ്പോൾ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു എക്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 1 by n-1 x പ്ലസ് 1 മൈനസ് 1 by nx പ്ലസ് 1. അങ്ങനെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ nx പ്ലസ് 1 എന്ന് n-1 x പ്ലസ് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ് വരും, താഴെ ഇതും വരും. സോ sigma n is equal to 1 to infinity x divided by nx plus 1 into n-1 x plus 1 is equal to sigma 1 by n-1 x plus 1 minus 1 by nx plus 1 വരും. n varies from 1 to infinity. So that is equal to, നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ n 1 കൊടുത്തു കഴിഞ്ഞാൽ 1 by 1. So 1 minus 1 by x plus 1 വരും. പ്ലസ് n-ന് 2 കൊടുക്കുന്ന സമയത്ത് 1 by x plus 1 മൈനസ് 1 by 2x plus 1 വരും.
എന്നിന് 3 കൊടുക്കുന്ന സമയത്ത് 1/2x+1 - 1/3x+1 വരും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നിട്ട് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. പക്ഷേ ഇത് എക്സ് 0 അല്ലാത്ത കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, കാരണം 0 അല്ലാത്ത കേസിലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആവുന്ന കേസിൽ ഇതിൽ ടേംസ് ഒക്കെ 0 ആണ്. അപ്പോൾ converges to 0 ആണ്. So this is equal, this sum is 1 when x is not equal to 0 and 0 when x is equal to 0. So Fn converges to f is equal to 1 when x not equal to 0, 0 when x equal to 0. Here Fn is continuous, but f is not continuous. കാരണം 0 ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് തന്നെ എന്തെല്ലാം ഈക്വൽ അല്ല വന്നു. എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ തൊട്ട് മുന്നത്തെ തിയറി അനുസരിച്ച് നമുക്ക് പറയാം therefore sigma fn is not uniformly convergent on ക്ലോസ് ഇൻ്റർവെൽ 0b. ഇപ്പോൾ 0ലാണ് ഇവിടെ പ്രശ്നം. 0 അല്ലാത്ത ഇൻ്റർവെൽസ് എന്തായിരിക്കും? യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും എന്നുള്ള ആ തിയറം വെച്ച് പറയാൻ പറ്റില്ല. കാരണം ആ തിയറം വെച്ച് നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? കൺവേർജൻ്റ് അല്ല എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ യൂണിഫോംലി കൺവേർജസ്, അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് മതിയാവില്ല. അപ്പോൾ ഇവിടെ ഈ Sn is nth partial sum. അപ്പോൾ നമ്മൾ ആ കേസ് കൂടെ കൺസിഡർ ചെയ്യാണ്. നൗ ഇൻ ക്ലോസ് ഇൻ്റർവെൽ AB. അപ്പോൾ ആ ഒരു കേസും കൂടെ നമുക്കവിടെ ബാക്കിയുണ്ട്. ഈ Sn is nth partial sum. അപ്പോൾ അവിടെ 0 വരുന്ന കേസില്ല. ഇതേപോലെ തന്നെ നമുക്ക് സം ചെയ്യാം. nth partial sum നമ്മൾ ചെയ്യുന്ന സമയത്ത് 1 - 1/x+1 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഒരു -1/nx+1 ഉണ്ടാവും. n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് n-1x+1 വരും. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ലാസ്റ്റ് ഈ ടേം ബാക്കി വരും. സോ nth partial sum എന്ന് പറയുമ്പോൾ 1 ഇവിടെ ഉണ്ടാവും, ഇതും ബാക്കി ഉണ്ടാവും. then Sn is equal to 1 - 1/nx+1 ആ വരിക. now norm of Sn minus 1. അതെന്താ ഞാനിവിടെ 1 എടുക്കാൻ കാരണം? ഞാനിനി നമ്മളുടെ ആദ്യത്തെ മെത്തേഡിലോട്ട് പോവുകയാണ്. Sn കൺവേർജസ് യൂണിഫോംലി എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Sn കൺവേർജസ് യൂണിഫോംലി എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ നോം വെച്ചുള്ള കണ്ടീഷൻ ഇതായിരുന്നു. Sn കൺവേർജസ് യൂണിഫോംലി ടു എ ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ നോം ഓഫ് Sn മൈനസ് എഫ് ടെൻസ് ടു 0 വന്നാൽ മതി. അല്ലെങ്കിൽ നോം ഓഫ് Sn മൈനസ് എഫ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊണ്ടുവരാൻ പറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ Sn മൈനസ് എഫ് ലിമിറ്റ് ഇവിടെ വന്നിരുന്ന ഏതാണ്? നമ്മൾ ലിമിറ്റായിട്ട് 0 ഇല്ലാത്ത കേസിൽ എക്സാക്ട്ലി ലിമിറ്റിംഗ് കേസ് ഏതാ വരുന്നത്? 1 വരിക. നോം ഓഫ് Sn മൈനസ് 1 അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് Sn ഇസ് ഈക്വൽ ടു ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് 1 എന്ന് തോന്നും. and norm of Sn minus 1 is equal to norm of 1/nx+1 വരും. tends to 0 as n tends to infinity. Therefore Sn converges to 1 uniformly in ഏത് ഇൻ്റർവെല്ലാണ്? A to B. So നമ്മൾ സിഗ്മ Fn converges uniformly to 1. A to B കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്നാണ്. അപ്പോൾ ആ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് Sn യൂണിഫോംലി കൺവേർജൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. Sn എന്ന് പറഞ്ഞാൽ nth partial sum. nth partial sum എന്ന് പറയുമ്പോൾ ഇതിനെ n ടേംസ് സം ചെയ്യുന്ന സമയത്ത് 1 - 1/nx+1 എന്നാണ് Sn വരിക. ആൻഡ് Sn is യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് അതിൻ്റെ ലിമിറ്റ് വേണം. എന്താ ലിമിറ്റ് ഓഫ് Sn? അത് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് 1 ആയി. സോ ഇത് Sn, ഇത് ലിമിറ്റ് ഓഫ് Sn. Sn കൺവേർജസ് യൂണിഫോംലി ടു ലിമിറ്റ് ഓഫ് Sn, അതായത് 1 എന്ന് പറയണമെങ്കിൽ അവരുടെ ഡിഫറൻസിൻ്റെ നോം ടെൻസ് ടു 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നോം വെച്ചുള്ള നമ്മുടെ കണക്ഷൻ.
അപ്പോൾ അവരുടെ ഡിഫറൻസിൻ്റെ നോം എടുക്കുന്ന സമയത്ത് 1/nx+1 വരെ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ടെൻഡിങ് ടു ഏതാണ് 0 ആണ്. എക്സ് 0 അല്ലാത്ത കേസിൽ ഇത് പറ്റുള്ളൂ. എക്സ് 0 ആവുന്ന സമയത്ത് ഇവിടെയും പ്രശ്നമാണ്, 1ലേക്കാണ് പോവുക. എക്സ് 0 അല്ലെങ്കിൽ nx+1 ടെൻഡിങ് ടു ഇൻഫിനിറ്റി വരും. സോ 1/∞ is 0. So Sn converges to 1 uniformly. Partial sums converges to 1 uniformly ആകുമ്പോൾ the series converges uniformly. ഇത്രയേ ഉള്ളൂ സീരീസിൻ്റെ കേസിൽ. മെയിനായിട്ടുള്ളത് വിയസ്ട്രാസ് എം ടെസ്റ്റും അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്.